പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും. പറയുക, അള്ളാഹു നിങ്ങൾക്കിടയ്ക്ക് തന്ന ആഹാരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ടില്ല അതിൽ ചിലത് നിങ്ങൾ നിഷിദ്ധവും വേറെ ചിലത് അനുവദനീയമാക്കിയിരിക്കുന്നു. പറയുക, അള്ളാഹുവാണോ നിങ്ങൾക്ക് അതിന് അനുവാദം തന്നത്? അതല്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമയ്ക്കുകയാണോ? അപ്പോൾ നമുക്ക് നൽകിയ ആഹാരത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ചിലതിനെ നിങ്ങൾ നിങ്ങൾ തന്നെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ചിലതിനെ അനുവദനീയമാക്കി തന്നിട്ടുണ്ട്. ആരാണ് നിങ്ങൾക്ക് അതിന് അനുവാദം നൽകിയത് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ കെട്ടിച്ചമയ്ക്കുകയാണോ? അപ്പോൾ പിന്നെ ഈ ജൂതന്മാരാണ് അധികവും ഈ പണികൾ ചെയ്തിരുന്നത്. അവരുടെ ഗ്രന്ഥത്തിൽ വിലക്കിയ പല സാധനങ്ങളും അനുവദിച്ചു കൊടുത്തിരുന്നവർ. അപ്പോൾ ശരിക്കും ഈ പന്നിമാംസം എല്ലാ മതത്തിലും ഹറാമാണ്. കാരണം പന്നി മ്ലേച്ഛമായ ജീവിയാണ്, മാലിന്യങ്ങൾ തിന്ന് ഭക്ഷിക്കുന്ന ജീവി. എന്താണ് ആ ഒരു ജീവിയുടെ ഭക്ഷണം, അത് നമ്മിലേക്ക് വരും. മനസ്സിലായില്ലേ? ഇപ്പം കാസിം ഉസ്താദിൻ്റെ പ്രഭാഷണത്തിലാണോ എന്നൊക്കെ അറിയില്ല. നമുക്ക് ഊരവേദന ഉണ്ടെങ്കിൽ ആടിൻ്റെ ഊര കഴിക്കുക. കാലുവേദന ഉണ്ടെങ്കിൽ ആടിൻ്റെ കാല് ഭക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഓരോ ജീവിയുടെയും ആ കാലിൻ്റെ ശക്തി നമുക്ക് കിട്ടുകയാണ്. ഇപ്പോൾ പന്നിമാംസം കഴിക്കുമ്പോൾ പന്നീൻ്റെ ആ മാലിന്യം നമ്മിൽ വരും, രോഗങ്ങൾ വരും. പിന്നെ ആ സ്വഭാവം നമുക്ക് വരും. മാലിന്യം ഭക്ഷിക്കുക, മാലിന്യങ്ങൾ പറയുക, ചീത്ത കാര്യങ്ങൾ പറയുക, പരദൂഷണം പറയുക, അങ്ങനെ ദുഷിച്ച ചിന്തകളൊക്കെ നമ്മിലേക്ക് വരും സാധ്യത. അതുകൊണ്ടാണ് പന്നിമാംസം കഴിക്കരുത് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കഴുത്തിനൊക്കെ പ്രശ്നം, കഴുത്തൊന്നും മടങ്ങാത്ത കഴുത്താണ്. അപ്പം അറവൊന്നും ശരിയാവില്ല, രക്തം വാർന്നു പോവില്ല, ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളുമുണ്ട് അതിന്. അതുകൊണ്ടാണ് പന്നിമാംസം കഴിക്കരുത്. ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് പലവിധ വിരകൾ. H1N1 പനി പരത്തുന്ന പന്നിയാണ്. അപ്പം കഴിയുന്നത് നമ്മൾ ഖുർആൻ വിലക്കിയതൊന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ ഈ ജൂതന്മാർ എന്ത് ചെയ്തു? പന്നിമാംസത്തെ ഹലാലാക്കിയിട്ടുണ്ട്, പലതും അവർ ഹലാലാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാബത്ത് ദിനം ജോലി ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരത് മാറ്റി മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റുകയൊക്കെ നമുക്ക് അറിയാൻ വേണ്ട. അപ്പോൾ അവർക്ക് തോന്നിയ പോലെ മാറ്റും. അതിലിപ്പോൾ ചെറുത്താൻ്റെ ഒരു കളിയുണ്ട്. ചെറുത്താൻ എന്ത് ചെയ്യും? ചെറുത്താൻ്റെ പ്രേരണ കൂടുതലായിട്ടുണ്ടാവും. അപ്പം ഇന്ന പഴം കഴിക്കരുത് എന്നുള്ളത് പറഞ്ഞപ്പോൾ ചെറുത്താൻ എന്ത് ചെയ്തു? ആ പഴം കഴിപ്പിക്കാൻ തോന്നിപ്പിച്ചല്ലോ, ആ പഴത്തിനോട് താല്പര്യം ഉണ്ടാക്കിയല്ലോ. അപ്പം ഇതുപോലെ ചെറുത്താൻ്റെ സ്വാധീനം അവർക്കുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു നിഷിദ്ധമാക്കിയ പലതും അവർ അനുവദനീയമാക്കിയിട്ടുണ്ട്. അള്ളാഹു അനുവദനീയമാക്കി പലതും നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ പണ്ഡിതന്മാർ പലതും സിദ്ധമാക്കുന്നുണ്ടല്ലോ. പല കാര്യങ്ങളും പല ഭക്ഷണങ്ങളും സിദ്ധമാക്കുന്നുണ്ട് അവർ. അപ്പം ഇതൊക്കെ നിങ്ങൾ സ്വയം ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നത് എന്ന് അവർ പറയും. അപ്പോൾ ചില ആൾക്കാർ പറയും, അപ്പോൾ ചില ഡോക്ടർമാരും പലതും നിഷിദ്ധമാക്കുന്നുണ്ടല്ലോ. നമുക്കിപ്പം പച്ചവെള്ളം കഴിക്കരുത്, ചൂടുവെള്ളം കഴിക്കണം അല്ലേ? ചൂടുവെള്ളം ശരിക്കും കഴിക്കാൻ പാടില്ല. ഭൂമിയിൽ ഒരു ജീവജാലങ്ങളും ചൂടുവെള്ളം കഴിക്കാറില്ല. അവർ എന്താണ് കഴിക്കുക? പച്ചവെള്ളമാണ് കഴിക്കുക. ഇപ്പോൾ പൂച്ചകളൊക്കെ ഇപ്പം റോട്ടുമേൽ എവിടെയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുകൾ ഭാഗത്ത് നിന്നുള്ള മാത്രം കഴിക്കുന്നതാണ്. ഞാനിപ്പം വരുമ്പം കണ്ടു, ഒരു വാഹനം പോയിട്ട് ടയർ താന്നിട്ട് അവിടെ ഒരു കുഴി പോയാൽ നിൽക്കുന്ന അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ പൂച്ച വന്നിട്ട് എന്ത് ചെയ്തു? ആ വെള്ളത്തിൻ്റെ മുകൾ ഭാഗം അല്പം തെളിഞ്ഞ് കിടക്കുന്നുണ്ട്, അടിയിലേക്ക് അല്പം ചളിയുണ്ട്. ഇപ്പോഴൊന്ന് മുകൾ ഭാഗത്തെ വെള്ളം ഇങ്ങനെ ആക്കി കുടിച്ചു. അപ്പോൾ ഒക്കെ പച്ചവെള്ളമാണ് അവർ കഴിക്കുന്നത്, പ്രകൃതിയിൽ നിന്നുള്ളതാണ് കഴിക്കുന്നത്. അരുവിയിലത്തെ ജലങ്ങൾ കഴിക്കുന്നു, പക്ഷികളും പറവകളും ആനകളും ഒന്നും തിളപ്പിച്ചതൊന്നും കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോക്ടർമാർ എന്താ പറയുന്നത്? തിളപ്പിച്ചാടത് കഴിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിലത്തെ അണുക്കളൊക്കെ നശിക്കും, പോഷക മൂല്യങ്ങളൊക്കെ നശിക്കും. പിന്നെ നമ്മൾ ഒരു ചണ്ടിയാണ് കഴിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഡോക്ടർമാർ പറയുമ്പോൾ നിങ്ങൾ വെള്ളം തിളപ്പിച്ച് കഴിക്കണം, വെള്ളത്തിൽ അണുക്കളുണ്ടാവും. അപ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അണുക്കൾ ചത്തിയില്ലേ? ആ ചത്ത അണുക്കളാണ് നമ്മൾ കഴിക്കുന്നത്. അണുക്കളായിട്ട് പുറത്തിടുന്നില്ലല്ലോ, ആ ശവങ്ങളും കൂടി നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഡോക്ടർമാർ പറയുന്നതൊക്കെ കളവുമാണ്. ആലോപ്പതി എന്ന് വെച്ചാൽ തന്നെ സാത്താനിസമാണ്. ഇല്ലുമിനാറ്റികളുടെ ഒരു സൃഷ്ടിയാണ്. മനുഷ്യരെ രോഗികളാക്കാൻ വേണ്ടി രോഗികളാക്കി
അതിൽ നിന്ന് വരുമാനം കൊയ്യാനും അവിടെ നേതാവ് ലൂസിഫറിൻ്റെ അനുയായികളായ ജിന്നുകൾക്ക് വസിക്കാൻ ഭൂമിയെ സജ്ജമാക്കുകയാണ് അവരുടെ ലക്ഷ്യം. നമ്മൾ രോഗികളാക്കി നമ്മളൊന്നും കഴിയാത്തവരാക്കി മാറ്റാം. അപ്പോൾ അവരുടെ സൈന്യങ്ങൾ ജിന്നുകൾ വരും, ദുഷിച്ച ജിന്നുകൾ ചെറുത്താനും അവൻ്റെ കൂട്ടാളികളും ദജ്ജാലുവിൻ്റെ കൂട്ടാളികളും വന്ന് ഭൂമി ഭരിക്കും. അതിനുള്ള പണിയാണ് അവനെടുക്കുന്നത്. കാരണം രോഗികളാക്കി മാറ്റുക. ഇങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യനും ആരോഗ്യം ക്ഷയിക്കും. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ എളുപ്പം കീഴ്പ്പെടുത്താം എന്ന ധാരണയിലാണ് ഇവർ ഈ ആലപ്പുഴക്കാർ ഇങ്ങനത്തെ ഈ കളവായ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പലതും ന്യൂട്രിയൻ ഫുഡ് കഴിച്ചാൽ മതി, ഗുളിക കഴിച്ച രോഗം മാറും, എന്തൊക്കെ തിന്മകൾ. അതുപോലെ നമ്മളിപ്പം ബ്രോയിലർ കോഴി പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പോൾ അവർ പറയും ബ്രോയിലർ കോഴിക്ക് എന്താണ് കുഴപ്പം, അത് പല ന്യൂട്രിയൻ പല സ്റ്റാർട്ടപ്പുകളും കൊടുത്ത് വളർത്തുന്നതാണ്, തകരാറൊന്നുമില്ല. ഇതിൻ്റെ ഡോക്ടർമാർ പ്രശസ്തരായ ഡോക്ടർമാർ അത് പരിശോധിച്ചിട്ട് അതിൻ്റെ ഇറച്ചിക്ക് അത് കുഴപ്പമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പൈസ കൊടുത്ത് ഡിഗ്രി കൊടുത്ത ഡോക്ടർമാരാണ്. ഇവർ പൈസ കൊടുത്ത് ഫണ്ട് കൊടുത്തിട്ട് അവർക്ക് ഡോക്ടർമാർക്ക് നോബൽ സമ്മാനമൊക്കെ കൊടുക്കും. എന്നിട്ട് ഇവർ പറയുന്നത് ബ്രോയിലർക്ക് ഒരിക്കലും കുഴപ്പമില്ല. അത് കേട്ട് നടക്കാൻ വിശ്വസിച്ച് നടക്കാൻ കുറച്ച് ആളുകൾ ആലപ്പുഴ വിഷാദന്മാർ. അപ്പോൾ ഇതാണ് സംഭവം നടക്കുന്നത്. ലോകം മുഴുവൻ ഇല്ലുമിനാറ്റികളാണ് ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഗൂഗിൾ, അവരുടെ തന്നെ നോബൽ സമ്മാനം, അങ്ങനെ അവർ കുറച്ച് ബിംബങ്ങളെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. നോബൽ സമ്മാനം നേടിയ കുറച്ച് ഡോക്ടർമാർ അവർ പറയും ബ്രോയിലർ കോഴിക്കൊരു കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല, ബ്രോസ്റ്റിനൊരു കുഴപ്പമില്ല. ഇപ്പോൾ KFC ചിക്കൻ ഉണ്ട്. അതൊക്കെ ചിക്കനെ കോഴി ഇങ്ങനെ തീ തൊടാതെ പൊരിച്ചെടുക്കുന്നതൊക്കെ അതൊക്കെ ഭയങ്കര ഹാനികരമാണ്. അതൊക്കെ സ്മോക്കിംഗ് ഫുഡ്സാണ് നമ്മുടെ കാസിം ഉസ്താദ് പറയുന്നത്. അതൊക്കെ ഭയങ്കര ഹാനികരമാണ്. അതൊക്കെ വലിയ പാക്കറ്റുകളാക്കിയിട്ട് ഇങ്ങനെ മാർക്കറ്റിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു ഡോക്ടർമാരും ശബ്ദിക്കാറില്ല. കാരണം വമ്പൻ സ്രാവുകളാണ് KFC ചിക്കൻ. ഡോക്ടർമാരുടെ കുടുംബമടക്കം വിലക്കെടുക്കാൻ കഴിവുള്ളവരാണ്. അപ്പം ഇവരാരും ഇങ്ങനത്തെ തിന്മകൾക്കെതിരൊന്നും ഉണ്ടില്ല. അവർ ജോലി ചെയ്യുക, രാവിലെ വന്ന് ആശുപത്രിയിൽ പോയി ജോലി ചെയ്യുക, ക്ലിനിക്കിൽ പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കുക, അല്ലാണ്ട് ജനങ്ങളെ ആരോഗ്യം നന്നാക്കുക, അവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാം, രോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും രോഗങ്ങൾ മാറി നിൽക്കാൻ എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കുക, അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് രോഗികൾ വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അവർ മനുഷ്യരെ രോഗികളാക്കുന്ന ഉപദേശങ്ങളാണ് നൽകുക. ചൂടുവെള്ളം കുടിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വെയിൽ കൊള്ളരുത് ഒക്കെ ഡോക്ടർമാർ ആലപ്പുഴ പറയുന്നത് സത്യമാണോ മിഥ്യയാണോ പരിശോധിക്കണമെങ്കിൽ അവർ പറയുന്നതിൻ്റെ നേരെ എതിർ ചെയ്താൽ മതി എന്നാണ് നമ്മളെ മോഹനം വൈദ്യർ പറഞ്ഞത്. അത് സത്യവുമാണ്. ആലപ്പുഴ ഡോക്ടർമാർ എന്ത് പറയുന്നോ നേരെ എതിർ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. അപ്പം ചൂടുവെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ നേരെ പച്ചവെള്ളം കുടിക്കുക. വെയിൽ കൊള്ളരുത് പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുക. നമ്മൾ അങ്ങനെ അവർ പറയുന്ന നേരെ എതിർ. ഇപ്പോൾ പേസ്റ്റ് കൊണ്ട് പല്ല് വെക്കണം അവർ പറഞ്ഞാൽ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കാതെ ഉമിക്കരി കൊണ്ട് പല്ല് വെക്കുക. ആലപ്പുഴ ഡോക്ടർമാർ എന്ത് പറയുന്നു അത് നേരെ എതിർ ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ എത്രയും മനുഷ്യരെ ശത്രുക്കളായ ചെകുത്താൻ്റെ ആളുകളായ ആലപ്പുഴ മാഫികളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആലപ്പുഴ മാഫികൾ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും മുഴുവൻ ഹോസ്പിറ്റലുകളും വിലക്ക് വാങ്ങാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോടും മലപ്പുറം. അപ്പോൾ ഇവിടുത്തെ മുഴുവൻ കോഴിക്കോടും മലപ്പുറം മാത്രമല്ല കേരളത്തെ മുഴുവൻ ഹോസ്പിറ്റലുകളും ഒരു വലിയ വമ്പൻ സ്രാവുകൾ അമേരിക്കയിലും ഇസ്രായേലും ബ്രിട്ടനിലുമൊക്കെ ഉള്ള വലിയ മാഫിയകൾ, കോർപ്പറേറ്റ് മാഫിയകൾ ഇവിടുത്തെ ഹോസ്പിറ്റലുകളെല്ലാം വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളെല്ലാം കിട്ടുന്നുണ്ട്. അതനുസരിച്ചുള്ള ഭക്ഷണങ്ങളുമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. രോഗികളാക്കുന്ന ഭക്ഷണങ്ങളും മരുന്നുകളും. ഇവിടെ മരുന്നുകൾ കഴിച്ചാൽ തന്നെ രോഗം വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ കാർന്നു നിന്നിട്ടും ആലോപ്പുര മാഫിയകളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ തിന്മയുടെ വക്താക്കളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.